അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ നബിമാരോടും മഹാന്മാരോടുമൊക്കെ സഹായതേട്ടം നടത്താം, ഇസ്തിഗാസ നടത്താം എന്ന് വാദിക്കുന്ന ചില ആളുകൾ പല തെളിവുകളും ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയാൻ പറ്റുന്ന തെളിവുകൾ തന്നെയല്ല. ഇവിടെ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ചില സംഗതികൾ, നബിമാർ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ജനത അവരോട് സ്വർഗം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ വെള്ളം തേടിയത്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. നബി അല്ലെങ്കിൽ മഹാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഴയെ തേടണം, അല്ലെങ്കിൽ അള്ളാഹുവോട് അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കണം എന്ന അർത്ഥത്തിൽ സ്വർഗം ചോദിക്കുക അല്ലെങ്കിൽ മഴയെ തേടുക ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ല, അത് അനുവദനീയമാണ്. അവിടെ ആ നബി നേരിട്ട് സ്വർഗം നൽകുമെന്നോ നേരിട്ട് മഴ വർഷിപ്പിക്കുമെന്നോ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും അത് തെറ്റ് മാത്രമല്ല, അത് ഷിർക്ക് തന്നെയാണ്. ഇവിടെ അത്തരത്തിൽ സമർപ്പിക്കുന്ന ഒരു തെളിവാണ് മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിന്റെ ജനത മഴയെ ചോദിച്ച പരാമർശമുള്ള ഒരു ആയത്ത്. ഇത് സൂറത്തുൽ അഅറാഫ് 160 ആയത്തിലാണ് വരുന്നത്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറ 60 ആയത്തിൽ ഇതേ സംഭവം പറയുന്നുണ്ട്. ഇത് രണ്ടും സംയോജിപ്പിച്ച് മനസ്സിലാക്കിയാൽ മൂസ അലൈഹിസ്സലാം തൻ്റെ ജനത മഴയെ തേടിയപ്പോ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹിസ്സലാമിന് വഹി നൽകപ്പെടുകയാണ്. എന്ത്? തൻ്റെ വടി കൊണ്ട് പാറക്കല്ലിൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 12 ഉറവുകൾ പൊട്ടിയൊഴുകയാണ് ഉണ്ടായത്. അവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മൂസ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു എന്ന് വളരെ വ്യക്തം. അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് എന്നും വളരെ ക്ലിയർ ആണ്. ഇവിടെ സൂറത്തുൽ അഅറാഫ് 7 സൂറത്ത് 160 ആയത്ത് നമുക്ക് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون 12 أسباطا أمما وقطعناهم അവരെ നാം വിഭജിച്ചു, മുറിച്ചു. അതായത് ഇസ്രായേലിനെ അള്ളാഹു വിഭജിച്ചു. 12 അസ്ബാത്തൻ ഗോത്രങ്ങളായിട്ട്, ഉമമൻ സമൂഹമായിട്ട്. ഇസ്രായേലിനെ നാം 12 ഗോത്രങ്ങളായി, സമൂഹങ്ങളായി ഭാഗിച്ചു. وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر وأوحينا നാം വഹി നൽകി ഇലാ മൂസ അലൈഹി സ്വലാമിന് ഇത് ഇസ്തസ്ഖാഹു അദ്ദേഹത്തോട് വെള്ളത്തെ തേടിയ സന്ദർഭം അല്ലെങ്കിൽ മഴയെ തേടിയ സന്ദർഭം, ഖൗമുഹു അദ്ദേഹത്തിന്റെ ജനത, അൻ ദ്രിബ് ബിഅസ്വാകൽ ഹജർ നീ നിന്റെ വടി പാറക്കല്ലിൽ അടിക്കണമെന്ന്. ആ പാറക്കല്ലിൽ, ഒരു നിശ്ചിത പാറക്കല്ല് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത അവിടെ അടിക്കണമെന്ന്. ഫംബജസത് മിൻഹു അപ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു, പൊട്ടി ഒഴുകി. 12
12 ഐന അരുവികൾ, 12 അരുവികൾ അപ്പോൾ അതിൽ നിന്ന് പൊട്ടി ഒഴുകി. ഫംബജസത് മിൻഹു സ്നതാ അശ്റത ഐന ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. ഖദ് അലിമ നിശ്ചയം അറിഞ്ഞു, കുല്ലു ഉനാസിൻ എല്ലാ മനുഷ്യരും, എല്ലാ ആളുകളും, എല്ലാവരും, മശ്റബഹും അവരുടെ കുടിക്കുന്ന സ്ഥാനം, അവർക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥാനം അവർക്ക് മനസ്സിലായി, അറിഞ്ഞു എന്ന്. ഓരോ 12 ഗോത്രങ്ങളായിരുന്നല്ലോ ഇസ്രായേലിന്. 12 കൂട്ടർക്ക് 12 ഉറവ. നാം തണൽ നൽകി അലൈഹിം അവർക്ക് മേൽ, ഗമാമ മേഘം തണലിട്ട് കൊടുത്തു അവർക്ക് എന്നതാണ്. മേഘത്തെ തണലാക്കി കൊടുത്തു. അവർക്ക് നാം ഇറക്കിക്കൊടുത്തു അൽ മന്ന വസ്സൽവ, മന്ന സെൽവ എന്നീ വിഭവങ്ങൾ, പ്രത്യേകതരം വിഭവങ്ങൾ. കുലു എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്തു, കുലു നിങ്ങൾ ഭക്ഷിക്കുവീൻ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായത്, നാം നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന്. വമാ വലമൂന നാം അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല, വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ പക്ഷേ അവർ അവരുടെ സ്വന്തത്തോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയും അനുഗ്രഹങ്ങളെ ചെയ്തു കൊടുത്തിട്ടും ഇസ്രായേലിന് പല ധിക്കാര പ്രവർത്തികളും ചെയ്തു. അത് അവർക്ക് തന്നെ ദോഷമാണല്ലോ. അതാണ് ഇനി ഇതേ സംഭവം സൂറത്തുൽ ബഖറ 60-ാമത്തെ ആയത്ത്, 2-ാമത്തെ സൂറത്ത് 60-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ استسقى മൂസ അലൈഹിസ്സലാം മഴയെ തേടിയ സന്ദർഭം, അല്ലെങ്കിൽ വെള്ളത്തെ തേടിയ സന്ദർഭം, ലിഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി. മൂസ അലൈഹിസ്സലാം ആരോടാ തേടിയത്? അള്ളാഹുവിനോട്. ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, അതായത് അള്ളാഹു പറഞ്ഞു, ഇദ്രിബ് ബിഅസ്വാകൽ ഹജർ താങ്കളുടെ വടി കൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കുക എന്ന്. ഫംഫജറത് മിൻഹു അപ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു 12 ഐന 12 അരുവികൾ. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും എല്ലാ ജനങ്ങളും എല്ലാവരും അവരവരുടെ കുടിസ്ഥാനങ്ങൾ, വെള്ളം കുടിക്കുന്ന സ്ഥാനങ്ങൾ അറിഞ്ഞു. ഓരോരുത്തർക്കും, ഓരോ വിഭാഗത്തിനും 12 ഗോത്രക്കാർക്കും 12 അരുവികൾ. കുരു എന്നിട്ട് അള്ളാഹു പറയുകയും ചെയ്തു, കുരു നിങ്ങൾ ഭക്ഷിക്കുകയും വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യും, മിൻ റിസ്ഖില്ലാ അള്ളാഹുവിന്റെ റിസ്ഖിൽ നിന്ന്, വലാ തഅസു ഫിൽ അർദി മുഫ്സിദീൻ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരായി പ്രവർത്തിക്കരുത് എന്ന്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ് മൂസ അലൈഹിസ്സലാമിനോട് ജനത ആവശ്യപ്പെട്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അദ്ദേഹം ദുആ ചെയ്യണം മഴയ്ക്ക് വേണ്ടി, തങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. അല്ലാതെ മൂസ അലൈഹിസ്സലാം നേരിട്ട് വെള്ളം കൊടുക്കും അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കും എന്നൊരു വിശ്വാസമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇതിലൊന്നും മരിച്ചുപോയ മഹാന്മാരോട്, നബിമാരോട് തേടാൻ യാതൊരു തെളിവും യഥാർത്ഥത്തിൽ ഇല്ല.